അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ. കോൾ 8590046916. കാരക്കുന്നം സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ കുടുംബ യൂണിറ്റുകളുടെ സംയുക്ത വാർഷികം സംഘടിപ്പിച്ചു. ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ട ഇടവകാംഗങ്ങൾക്ക് ചടങ്ങിൽ സ്വീകരണവും അനുമോദനവും നൽകി. കാരക്കുന്നം സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ കുടുംബ യൂണിറ്റുകളുടെ സംയുക്ത വാർഷികവും ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ട ഇടവകാംഗങ്ങൾക്ക് സ്വീകരണവും അനുമോദനവും നൽകി. കോതമംഗലം നഗരസഭ ജനപ്രതിനിധികളായി തെരഞ്ഞെടുത്ത പ്രൊഫസർ ആഷ്ലി ജോസഫ് പുക്കുന്നേൽ, എൽദോസ് കീച്ചേരി, ജിജി ജോമോൻ പടിഞ്ഞാറേക്കര, മഞ്ജു തോമസ് ഇടപ്പറമ്പിൽ, മിനി എൽദോസ് നടുക്കുടി, പായിപ്പട പഞ്ചായത്ത് ജനപ്രതിനിധിയെ തെരഞ്ഞെടുത്ത മിനി എൽദോ വാത്തിയാട്ട്, മാടാടി പഞ്ചായത്ത് പ്രതിനിധിയെ തെരഞ്ഞെടുത്ത അനി വർഗീസ് എടശ്ശേരിക്കുടിയിൽ എന്നിവരാണ് അനുമോദനങ്ങൾ ഏറ്റുവാങ്ങിയത്. സമ്മേളനത്തിൽ പള്ളി വികാരി എൽദോസ് പാറയ്ക്കൽ പുത്തൻപുര അധ്യക്ഷത വഹിച്ചു. അതുപോലെ തന്നെ പായിപ്പട ഗ്രാമപഞ്ചായത്തിൽ നിന്നും മാറാടി ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഓരോ ജനപ്രതിനിധി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളൂ. ഇവർ ഏഴുപേരെയും ആദരിക്കുക എന്നുള്ള ഒരു വലിയ ചടങ്ങിന് സാക്ഷികളാകുന്നതാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. സഹവികാരി ഫാദർ സിദിൻ രാജു പണ്ടാരക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. കുടുംബ യൂണിറ്റ് കോർഡിനേറ്റർ KT മത്തായി കുഞ്ഞ്, സെക്രട്ടറിമാരായ PV തോമസ്, ഏലിയാസ് CU, ട്രസ്റ്റിമാരായ സക്കറിയ അമ്പടച്ചാലിൽ, പൗലോസ് വർഗീസ് പൂത്തേത്ത് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കുടുംബ യൂണിറ്റ് അംഗങ്ങളുടെ വിവിധ മത്സരങ്ങളും നടന്നു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.